വെറുതെ ചിരിപ്പിക്കരുത്. ജനങ്ങളെ ഭയത്തിൽ കൊണ്ടുപോകാൻ നമ്മൾ തയ്യാറല്ല, ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാൻ നമ്മൾ ആരും തയ്യാറാകില്ല എന്ന് പറഞ്ഞ പാർട്ടി ആണ് CPM എന്ന പ്രസ്ഥാനം. சூப்பர் ஜோக். அதுதான் சொன்னேன். ஆனா வெளியில யார்ட்டையும் சொல்லாதீங்க. உதப்பானுங்க. ஓதேரிக்கு நிறைய கிடைச்சிருக்கு. அப்படி தெரிஞ்சல. ഒരു ബോർഡെങ്കിലും ഒരു ഓഫീസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവിടെ നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത്. ഇപ്പൊ നഗരസഭ, തിരുവനന്തപുരം നഗരസഭ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നഗരസഭയാണ് എന്നൊരു ബോർഡ് എഴുതി വെച്ചില്ല എങ്കിൽ ഇങ്ങനൊരു കെട്ടിടം കൊണ്ടൊരു ഉപയോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അവിടെ ഒരു കെട്ടിടമുണ്ട്, ആ കെട്ടിടത്തിൽ ചില ആളുകൾ സംഘടിതമായി താമസിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്. അത് ABVPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ് എന്ന് പറയുന്നതിൽ എന്ത് ഔചിത്യബോധമാണുള്ളത് എന്ന് മനസ്സിലാകുന്നില്ല. കാരണം അവിടെ ഒരു ബോർഡ് പോലും സ്ഥാപിച്ചിട്ടില്ല. ഒന്ന്, രണ്ട്, ഇങ്ങനെ ഒരു ചർച്ചയൊക്കെ വന്നു. എല്ലാവരും ഇവിടെ ABVPയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം CPM അഴിച്ചുവിട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പരിശോധിച്ചു നഗരസഭയുടെ മേയർ എന്നുള്ള നിലയിൽ. ഭയങ്കരം തന്നെ. അതൊരു ഓഫീസ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന കെട്ടിടമാണോ? നിയമവിരുദ്ധമായി ചില ആളുകൾ അവിടെ ഓഫീസ് നടത്തുന്നുണ്ട് എന്ന വിഷയം അപ്പൊ നിയമത്തിന് വിധേയമല്ലാതെ റെസിഡൻഷ്യൽ പർപ്പസിന് ഉപയോഗിക്കുന്ന പാർപ്പിട ആവശ്യത്തിന് എന്ന് നഗരസഭയുടെ വരുമാനത്തിൽ നഗരസഭയുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ സെക്ഷനിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കെട്ടിടം ഓഫീസാണ് എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് തെറ്റായ പ്രവണതയാണ് എന്നുകൂടി ഞാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കണം. നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാവും. നിന്റെ ചൂണ്ടലിൽ നീ എന്നെ ഇരയായിട്ട് കുരുത്തു. ശ്രീ VV രാജേഷ്, ഇവിടെ തിരുവനന്തപുരം നഗരത്തിൽ ഒരുപാട് ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് എല്ലാ ഓഫീസിന്റെയും ചരിത്രം പരിശോധിക്കണം. AKG സെന്റർ CPMന്റെ പാർട്ടി ഓഫീസാ. അതിന് പാർട്ടി ഓഫീസിന്റെ ബോർഡ് എന്താ വെക്കാത്തത്? ചൂണ്ടലിന് താങ്ങാവുന്നതിലും വലിയ ഇര കുരുക്കരുത്. വന്ന മീനൊട്ട് തിന്നാനും പറ്റില്ല, കൊളുത്തിയ ചൂണ്ടൽ ഒടുകയും ചെയ്യും. AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴേക്കും പഠന ഗവേഷണത്തിന് കൊടുത്ത സ്ഥാപനമാണത്. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് എന്ന ബോർഡ് വയ്ക്കാനുള്ള തന്റെ ഇടം അവർക്കില്ല. അതല്ല ഉദ്ദേശം, പക്ഷേ ഇവിടുത്തെ നഗരസഭ ഇത്രയും കാലം നടപടിയെടുത്തോ? ഇത്രയും കാലം തീരുമാനിച്ചോ? ഇത്രയും കാലം എന്തെങ്കിലും ആക്ഷൻ എടുത്തോ? ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. തിരുവനന്തപുരത്തെ 100 കണക്കിന് സ്ഥാപനങ്ങൾ ഇതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. തന്റെ ഇടമുണ്ടോ നാളെ രാവിലെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും എതിരെ നടപടിയെടുക്കാനുള്ള ധൈര്യമുണ്ടോ? എല്ലാരും വിളിച്ചു. അങ്ങനെയുള്ള തന്റെ ഇടമുണ്ടെന്ന് പറയണം. പതിറ്റാണ്ടുകളായി കുടുംബ സ്വത്ത് പോലെയും പാർട്ടി പ്രവർത്തകർക്ക് കൊടുത്തിട്ട് അതിൽ നിന്നും വിഹിതം പറ്റിക്കൊണ്ടും പൊതുമുതൽ 100 കണക്കിന് സ്ഥാപനങ്ങളും ബിൽഡിങ്ങുകളും പ്രവർത്തിക്കുന്നുണ്ട്. AKG സെന്റർ നാളെ ഒഴിപ്പിക്കേണ്ടി വരും. ഞാൻ കുറച്ച് ഓവറായില്ലേ?